ഹായ് ഓൾ, CUT-യുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. CUT.nta.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കുക. സോ CUT കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നോക്കുമ്പം കുറച്ച് ചേഞ്ചസ് ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാ പരീക്ഷകളും CBT മോഡൽ, ദാറ്റ് ഈസ് ഓൺലൈൻ മോഡലിലായിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളുടെ എണ്ണത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഓൾ ടുഗദർ ഇൻക്ലൂഡിംഗ് ലാംഗ്വേജും ജനറൽ ടെസ്റ്റും ലാംഗ്വേജും ഉൾപ്പെടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകളുടെ എണ്ണം 5 ആണ്. അപ്പം അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് CUT എക്സാമിൻ്റെ ടെൻഡേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ March 1 സ്റ്റാർട്ട് ചെയ്ത രജിസ്ട്രേഷൻ 22 മാർച്ച് വരെയാണുള്ളത്, അപ് ടു 11:50 PM വരെയാണുള്ളത്. അതിനുശേഷം തൊട്ട് പിറ്റേ ദിവസം 23 മാർച്ച് വരെ നിങ്ങൾക്ക് ഫീസ് ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഫൈനൽ സബ്മിഷൻ നടത്താനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം 24-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെയാണ് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങളുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന സമയം എന്ന് പറയുന്നത്. ബാക്കി എക്സാം സിറ്റി അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും അറിയിക്കാം. എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് May 8 മുതൽ June 1 വരെയാണ്. നിലവിൽ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സ്ലോട്ട് കൊടുക്കാനുള്ള കാരണം അവർ പറയുന്നുണ്ട്, ഒരുപാട് ആപ്ലിക്കൻസ് കൂടിയ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിരിക്കും നടത്തുക. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് എക്സാം ഒരുപാട് പേര് എഴുതുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 1-2 ദിവസങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കും പരീക്ഷകൾ നടത്തുക. അപ്പോൾ ചിലപ്പം 2 പേപ്പറുകളൊക്കെ അല്ലെങ്കിൽ പല ടൈപ്പ് പേപ്പറുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഒന്നിൽ കൂടുതൽ പേപ്പറുകൾ പ്രതീക്ഷിക്കാം. അത് ആപ്ലിക്കൻസിൻ്റെ എണ്ണം അനുസരിച്ചാണ് വരുന്നത്, ശ്രദ്ധിക്കണം അത്. ഇനി ഇവിടെ നമുക്കുണ്ട് നമ്മുടെ കാറ്റഗറിയും ഫീസുമാണ്. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് അപ് ടു 3 സബ്ജക്ട്സ് വരെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ട ഫീസ് 1000 രൂപയാണ്. ഇനി ഓരോ അഡീഷണൽ സബ്ജക്റ്റിനും 400 രൂപ വെച്ച് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം. അതേസമയം OBC NC അല്ലെങ്കിൽ EWS കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ ഓരോ 3 സബ്ജക്ട്സിന് 900 റുപ്പീസും ഓരോ അഡീഷണൽ സബ്ജക്റ്റിന് 375 രൂപയുമാണ് കൊടുക്കേണ്ടത്. ഇവിടെ OBC NCLൻ്റെ കാര്യം അവർ പ്രത്യേകം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് NCBCയുടെ വെബ്സൈറ്റിലുള്ള സെൻട്രൽ കാറ്റഗറിയിലുള്ള OBC അണ്ടറിൽ വരുന്ന സോഷ്യൽ കാറ്റഗറി ലിസ്റ്റുകളുള്ളവർക്ക് മാത്രമാണ് നമുക്ക് CUT-നെ സെൻട്രൽ ലിസ്റ്റിൽ ക്ലെയിം, OBC NCL ക്ലെയിം അനുവദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റിൽ OBC ലിസ്റ്റിലുള്ളവർക്ക് ക്ലെയിം ഇല്ല. അങ്ങനെയുള്ളവർ ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് സെക്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. OBC NCL സെൻട്രൽ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പ്രത്യേകം അവർ പറയുന്നൊരു കാര്യമാണ്. സിമിലർലി SC ST PWD കാൻഡിഡേറ്റ്സ്, തേർഡ് ജെൻഡർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 സബ്ജക്ട്സ് വരെ 800 രൂപയും ഓരോ അഡീഷണൽ സബ്ജക്റ്റിന് 350 രൂപയും വെച്ചാണ് കൊടുക്കേണ്ടത്. ഔട്ട്സൈഡ് ഇന്ത്യ സെൻറ്റർ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 3 സബ്ജക്ട്സിൻ്റെ 4500 രൂപയും അതിനുശേഷം 1800 രൂപ ഈച്ചാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എക്സാം പാറ്റേണെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ സബ്ജക്ട്സ് ലാംഗ്വേജ് ഉണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ജനറൽ ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സും ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് ലാംഗ്വേജും ജനറൽ ടെസ്റ്റും പിന്നെ സബ്ജക്ട്സും ഉൾപ്പെടെ മൊത്തം 5 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ സാധിക്കുക. സിലബസ് CUT.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഇൻഫോർമേഷൻ എന്ന സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് സിലബസ് കാണാൻ സാധിക്കും. പക്ക +2 സിലബസ് ആണ്, നിങ്ങൾ NCERT-യിലുള്ള +2 സിലബസ് ആണ് ശരിക്കും നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യേണ്ടി വരിക. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചോയ്സ് ഓഫ് ടെസ്റ്റ് പേപ്പറാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, കാൻഡിഡേറ്റ്സ് മേ ചൂസ് അപ് ടു എ മാക്സിമം ഓഫ് 5 സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ലാംഗ്വേജ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 3 ഡൊമൈൻ സബ്ജക്ട്സും കൂടെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നൊരു കാര്യം ഈ വർഷം മാറിയത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സബ്ജക്ട്സ് ഓപ്റ്റഡ് ഇൻ ക്ലാസ് 12 എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, പക്ഷേ എനിക്ക് എക്കണോമിക്സിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷേ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് സയൻസ് പഠിച്ച ഒരാൾക്കും എക്കണോമിക്സ് എടുക്കാൻ പറ്റും എന്നൊരു കണ്ടീഷൻ നിങ്ങളവിടെ നോക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റി സെക്ഷനിൽ നിങ്ങളൊരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി, ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എക്കണോമിക്സിൽ ഡിഗ്രി എടുക്കാൻ നോക്കുകയാണ്. സോ അവിടെ കറസ്പോണ്ടിങ് ക്വാളിഫിക്കേഷനിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലാണ്ട് CUT എക്സാം എഴുതാനായിട്ട് നിങ്ങൾ സയൻസ് പഠിച്ച ഒരാൾക്കും ഉറപ്പായിട്ടും എക്കണോമിക്സ് പേപ്പർ ചൂസ് ചെയ്യാം. അതിലൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ആ എലിജിബിലിറ്റി കണ്ടീഷൻ അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്, നോക്കേണ്ടതാണ്.
അതേപോലെ തന്നെ ഈ വർഷം എല്ലാ സബ്ജക്റ്റുകളെയും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകൾക്കും എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 50 ചോദ്യങ്ങളാണ് മൊത്തമുള്ളത്. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ 50 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഒരു ചോദ്യം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 5 മാർക്കും, ഒരു ചോദ്യം തെറ്റാണെങ്കിൽ -1 മാർക്കുമാണ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ റിസൾട്ട് വരുന്നത് പെർസെൻറ്റേജ് സ്കീമാണ്. നമ്മുടെ JEE മെയിൻസ് ഒക്കെ പോലെ തന്നെയുള്ളൊരു പെർസെൻറ്റേജ് സ്കീമിലായിരിക്കും റിസൾട്ട് വരിക. നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഷിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഓൺ മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിരിക്കും പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുക. ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആൻഡ് സബ്ജക്ട് ചോയ്സസ്. അപ്പം ചിലപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ചൂസ് ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നും അതേപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാ ആപ്ലിക്കേഷൻ പ്രോസസ്സിലും വേണ്ട പോലെ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും വാലിഡ് ഫോൺ നമ്പറും. ഒരെണ്ണം മാത്രം പോരാ, നിങ്ങളുടെ പേരൻസിൻ്റെയും വാലിഡ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ്. ഫോട്ടോഗ്രാഫ് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആവാം, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകാം, അല്ലെങ്കിൽ കളർ ആകാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിലായിരിക്കണം. 80% ഓഫ് ദ ഫേസും വിസിബിൾ ആയിരിക്കണം. മാസ്ക് ഒന്നും വെക്കാൻ പാടില്ല. ഫേസ് 80% വിസിബിൾ ആയിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇയർ വിസിബിൾ ആയിരിക്കണം, അതും നോക്കണം. നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 10 KB 200 KB ഇടയിലായിരിക്കണം. അതേപോലെ നിങ്ങളുടെ ഫോട്ടോ, ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് _ഫോട്ടോഗ്രാഫ് എന്ന പേരിൽ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് JPG, JPEG ഫോർമാറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സോ സിഗ്നേച്ചറിൻ്റെ ഫയൽ സേവ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് അനന്തു എന്നാണെങ്കിൽ ഞാൻ AN എന്ന് എഴുതിയിട്ട് _ ഇട്ട് സിഗ്നേച്ചറിന് സേവ് ചെയ്യുക. അതിൻ്റെ ഇത് പറയുന്നുണ്ട്, സൈസ് ഡിഫറൻസ് 10 KB 50 KB ഇടയിലായിരിക്കണം. അതും ശ്രദ്ധിക്കണം. നമുക്കിനിയിപ്പോൾ നമുക്ക് എന്തായാലും പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ് ഫില്ലിംഗ് എന്ന സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ CUT.NIT.NIC എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിലെ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇൻക്ലൂഡിങ് ആപ്ലിക്കേഷൻ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയും അതിൻ്റെ ബേസിൽ തന്നെയാണ് പറയുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ CUT.NTA.NIC എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ എന്നൊരു സ്ഥലം കാണാം. അതേപോലെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ന്യൂ രജിസ്ട്രേഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം. അതേപോലെ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളത്. സോ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് അവിടെ ഒരു ഡൗൺലോഡ്, ദാറ്റ് ഇസ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഫീ പേയ്മെൻറ്റ്, അത് നമ്മുടെ ഒരു ഓർഡർ അവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ബുള്ളറ്റോ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ ഫില്ലിങ്ങിലേക്ക് കടക്കാം. പിന്നെ അവിടെ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെ കാര്യങ്ങളും സിഗ്നേച്ചറിൻ്റെ കാര്യങ്ങളും. സിമിലർലി പാസ്വേഡ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ശ്രദ്ധയോടൊന്ന് വായിച്ചതിന് ശേഷം അവിടെ അവർ ഡിക്ലറേഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓഫ് CUT 2025 ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് ദെയർ ഇൻ ആസ് വെൽ ആസ് ദോസ് മെൻഷൻഡ് അബോവ്. അതിനുശേഷം ഞാൻ ഫില്ലപ്പ് ചെയ്യാൻ റെഡിയാണെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. സോ ക്ലിക്ക് ടു പ്രൊസീഡ് പ്രസ് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 3 വരുന്നത്. സോ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് അനുസരിച്ച് വേണം ഫില്ല് ചെയ്യാൻ. ആധാർ കാർഡോ ബാക്കി ഐഡൻറ്റിറ്റി കാർഡ്സ് ഒന്നും ഉപയോഗിച്ചല്ല. നിങ്ങളുടെ 10ലെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രധാനമായിട്ട് വേണം നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ. അതിലൊന്ന് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ ചൂസ് ചെയ്യാം. അതിനുശേഷം അതൊന്നും കൂടെ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടെ നിങ്ങൾ അതൊന്ന് അപ്ലൈ ചെയ്യണം, കൺഫേം ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്ഷനിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഫില്ല് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെപ്പറേറ്റ്ലി ഫില്ല് ചെയ്യാം. ഇനി പാസ്വേഡ് ചൂസിങ് ആണ്. സോ പാസ്വേഡ് ചൂസ് ചെയ്യുക. പാസ്വേഡ് ചൂസിങ്ങിൻ്റെ ക്രൈറ്റീരിയ എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പാസ്വേഡ് ചൂസിങ് അവിടെ പാസ്വേഡ് ചെയ്യുക, കൺഫേം പാസ്വേഡ് ഒന്നും കൂടെ അടിക്കുക. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു ചോദ്യം എന്നുള്ള രീതിയിലായിരിക്കും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതുകൊണ്ട് അത് ഓർത്ത് വെക്കണം. സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൊടുക്കുക. ക്യാപ്ച കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം വരും. അതായത് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫില്ല് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് മൊത്തം കറക്റ്റ് ആണോ എന്ന്, കാരണം നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പിന്നെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടി അതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്യാനുള്ളൊരു സംഭവം വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു
ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം, പ്രസൻറ്റ് അഡ്രസ്സ് കാണാം, പെർമനൻറ്റ് അഡ്രസ്സ് കാണാം, പോർട്ടൽ അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അവിടെ റിവ്യൂ പേജിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ദാറ്റ് ഇസ് നമ്മുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സും കൺഫർമേഷൻ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൊബൈൽ നമ്പർ, ശ്രദ്ധയോടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ മൊബൈൽ നമ്പർ വഴി നിങ്ങൾ OTPയിലേക്ക്, അതായത് മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു OTP ലഭിക്കും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. ആ OTP ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആകും. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. കാരണം ഇൻ കേസ് നിങ്ങൾ ഇനി പിറ്റൊരു ദിവസമാണ് അല്ലെങ്കിൽ പിന്നൊരു ദിവസമാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോഗിൻ അവിടെ ചെന്നിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് വേണം എന്ത് ചെയ്യാൻ, റീലോഗിൻ ചെയ്ത് ബാക്കി ഫില്ലിങ് നടത്താൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പേജ് കാണാം, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയിട്ട് ഇത് കാണിക്കും. ഇനി മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ, നമ്മൾ OTP ഓൾറെഡി വെരിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കും. ഇനി നമുക്ക് ഇമെയിൽ ID വെരിഫിക്കേഷൻ, ബാക്കി രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളുമൊക്കെ ഇനി നമുക്ക് ബാക്കിയുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. നിങ്ങളിനി നമുക്ക് നോക്കേണ്ടത് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഐക്കൺ അവിടെ കാണും. ആ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനി നിങ്ങൾ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. ദാറ്റ് ഈസ് കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്തു, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. നമുക്ക് അടുത്ത രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ സെക്ഷൻ കാണും. രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ആ പേഴ്സണൽ ഡീറ്റെയിൽ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അവിടെ ഓൾറെഡി നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കൊടുത്ത് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ അപ്പിയർ ചെയ്ത് വന്നിരിക്കും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സോഷ്യൽ കാറ്റഗറി. നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, SC ആണോ, ST ആണോ, OBC ആണോ, OBC NCL EWS ജനറൽ കാറ്റഗറി, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളവിടെ കൊടുക്കണം. ഇവിടെ OBC NCL EWS SC ST PWD കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സിന് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ബാക്കി കാൻഡിഡേറ്റ്സ് ഒന്നും നിലവിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട. പക്ഷേ നിങ്ങളുടെ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൾറെഡി അപ്ലൈഡ് ആണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ദാറ്റ് ഇസ് നമ്മുടെ ഡു have a valid and live category certificate issued by an authorized government എന്നാണ്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇനി അഥവാ അല്ലെങ്കിൽ നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് അവൈറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കാം. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ പോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ റെസിപ്റ്റ് നമ്പർ ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നമ്പർ അവിടെ കൊടുക്കണം. അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത ഡേറ്റും നിങ്ങൾ അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ സോഷ്യൽ കാറ്റഗറി ഡീറ്റെയിൽസിൽ കൊടുക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ അപ്ലോഡിംഗ് പ്രൊസീജിയർ വരുന്നില്ല. നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലോഡിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ കൊടുത്താൽ മതി. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇഫ് യു ആർ PWD കാൻഡിഡേറ്റ്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിസബിലിറ്റി ഡീറ്റെയിൽസ് അതർ ഡീറ്റെയിൽസ് ആണ്. അതർ ഡീറ്റെയിൽസിൽ അവർ ഡയബറ്റിക് ആണോ, അത് എക്സാം ഹാളിൽ നമുക്ക് അലർജൻസിക്ക് വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്, ഡയബറ്റിക് ആണ് അത് കൊടുക്കാം. പിന്നെ പ്ലേസ് ഓഫ് റെസിഡൻസ് കൊടുക്കണം, റൂറൽ അർബൻ എന്ന രീതിയിൽ കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലുണ്ടാവും ആനുവൽ ഇൻകം നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ മൈനോറിറ്റി കാറ്റഗറി ആണെങ്കിൽ യെസ് ഓർ നോ കൊടുക്കാം, ജനറൽ ആണെങ്കിൽ നോ കൊടുക്കാം അല്ലെങ്കിൽ യെസ് കൊടുക്കാം. റിലീജിയസ് മൈനോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ എക്സ് സർവീസ്മാൻ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. NCC കോട്ട ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കിയതിന് ശേഷം ക്യാപ്ചയും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെരിഫിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്താണ് നമ്മൾ വെരിഫൈന് ഉപയോഗിക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അതേസമയം നിങ്ങൾ ആധാറാണ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് അപ്പാർ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പാർ ID കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പാർ IDയുടെ കേസിൽ. അതിനുശേഷം പിന്നെ വരുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദാറ്റ് ഈസ് നമ്മുടെ സബ്ജക്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ വർഷം നമ്മുടെ സബ്ജക്ട് സെലക്ഷൻ എന്ന് പറയുന്നത്, സബ്ജക്ട് സെലക്ഷൻ നിങ്ങൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ പറയുന്നൊരു കാര്യം, നമുക്ക് മൊത്തം 5 സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്യാൻ സാധിക്കുക. അതിൽ ഇംഗ്ലീഷും ലാംഗ്വേജും ജനറൽ ടെസ്റ്റും ബാക്കി 3 ഡൊമൈൻ സബ്ജക്ട്സുമാണ് മെയിൻലി ഉള്ളത്. നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്ട്സ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് മാത്രം 3 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫോർ ഐക്കറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ മാത്സും കൂടെ ചൂസ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ചൂസ് അറ്റ്ലീസ്റ്റ് എ ലാംഗ്വേജ് ഓപ്ഷൻ. ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് എങ്കിലും ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒരു മാൻഡേറ്ററി, ഇപ്പോൾ പല കോഴ്സുകൾക്കും ഇംഗ്ലീഷ് ഒരു മാൻഡേറ്ററി ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷും കൂടെ ചൂസ് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ GT ചൂസ് ചെയ്യുമെങ്കിൽ ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി അനുസരിച്ചാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മാൻഡേറ്റ് അനുസരിച്ച് ഈ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കൊടുക്കുന്ന കോഴ്സിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഈ സബ്ജക്ട്സ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്ട്സ് ഒക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്ട്
സെലക്ഷൻ്റെ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നൊരു എയിം ഉണ്ടായിരിക്കണം. ആ യൂണിവേഴ്സിറ്റിയിൽ ഇതൊക്കെയാണ് സബ്ജക്ട് ചോയ്സുകൾ, അപ്പോൾ അതൊക്കെ വേണം ഞാൻ കൊടുക്കാൻ എന്നൊരു കാര്യം ശ്രദ്ധിക്കണം. ഇനി അതോ അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്സിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം നല്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇംഗ്ലീഷ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നൊന്നും പറയുന്നില്ല. കാരണം അവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ചൂസ് അറ്റ്ലീസ്റ്റ് വൺ ലാംഗ്വേജ്, അറ്റ്ലീസ്റ്റ് ഒരു ലാംഗ്വേജ് എങ്കിലും ചൂസ് ചെയ്യുന്നത് അഡ്വൈസബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ എക്സാം സ്റ്റേറ്റും സിറ്റിയും ചൂസ് ചെയ്യുക. സോ സ്റ്റേറ്റ് ചൂസ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിറ്റി ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു 1 2 3 4 ഓപ്ഷൻസ് 4 ചോയ്സുകൾ ഉണ്ടാകും. സോ ഫസ്റ്റ് ചോയ്സിനാണ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചാണ്, പിന്നെ ആപ്ലിക്കേഷൻ്റെ എണ്ണം അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ചാണ് നിങ്ങൾക്ക് എക്സാം സിറ്റി കിട്ടുക. അതിനുശേഷം നിങ്ങൾക്ക് ക്യാപ്ച കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ നീറ്റിനൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ജെയ്ക്കൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ നമ്മുടെ 10th-ൻ്റെയും 12th-ൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. CUT സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവിടെ അപ്പർ ഏജ് ലിമിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. 2025 +2 പാസ്സാവുന്നവരും 2025 മുമ്പ് +2 പാസ്സായ ആർക്കും CUT അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ 10th ക്ലാസ്സിലെയും 12th ക്ലാസ്സിലെയും ഇക്വലന്റ് ഡീറ്റെയിൽസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഇക്വലന്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ 10ലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം SSLC പഠിച്ചവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് ആണ് എല്ലാവർക്കും A+ ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് GPA കൊടുക്കാം. അങ്ങനെ SSLC പഠിച്ചവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് A+ ആണെങ്കിൽ നിങ്ങൾക്ക് A+ന് 9 ഗ്രേഡ് പോയിന്റ് എന്ന് അസൈൻ ചെയ്യാം. അതിന് നിങ്ങൾക്ക് പെർസെൻറ്റിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് 10 A+ കിട്ടിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഒരു A+ന് 9 എന്ന് കൊടുക്കുക. അപ്പം 10 A+ വരുമ്പോൾ എനിക്ക് 90 എന്ന് കിട്ടും. ഈ 90നെ 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കിൻ്റെ ബേസിലും കൊടുക്കാം. ഇതൊന്നും അത്ര വലിയ ഇതായിട്ട് നോക്കുന്നില്ല. നിങ്ങൾ പാസ്സാണോ അല്ലയോ അല്ലെങ്കിൽ 10th ക്ലാസ്സിൻ്റെ ഇക്വലൻസി ഉണ്ടോ എന്നുള്ള നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സ്കൂളും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കണം. 10th ക്ലാസ്സിൽ അത് കഴിഞ്ഞ് 12th-ൻ്റെ അപ്ഡേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ 12th ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്പിയറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും മാത്രം അപ്ലൈ ചെയ്യാൻ വരത്തുള്ളൂ. അതേസമയം അപ്പിയർഡ് അല്ലെങ്കിൽ പാസ്ഡ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് അല്ലെങ്കിൽ ടോട്ടൽ മാർക്സ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന രീതിയിൽ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ക്യാപ്ച അടിച്ച് കൺഫേം ചെയ്യുക. അപ്പം ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾ ട്വിൻ ആണോ അല്ലെങ്കിൽ ആ ഒരു അവർ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം, ആണെങ്കിൽ എസ് കൊടുക്കാം. പിന്നെ എമർജൻസി കോൺടാക്റ്റ് ആണ്. ദാറ്റ് ഇസ് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പേരൻസ് ഓർ ഗാർഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പേരൻറ്റിൻ്റെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ കൺട്രി ഏതാണെന്നുള്ള കാര്യം കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ കേസിൽ അവിടെ വെരിഫിക്കേഷൻ ഉണ്ട്. സോ ആ വെരിഫിക്കേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, നെക്സ്റ്റ് കൊടുക്കാൻ. അതിനുശേഷമാണ് നമ്മുടെ അപ്ലോഡിംഗ് പ്രൊസീജിയറിലേക്ക് വരിക. നിങ്ങളൊരു PWD കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്കൊരു PWD സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അല്ലാതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും മാത്രമേ അപ്ലോഡ് ചെയ്യേണ്ടി വരത്തുള്ളൂ. അതുപോലെ അവരോട് ശ്രദ്ധിക്കണം, നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ ഇപ്പം എൻ്റെ പേര് അനന്തു എന്നാണ്, അപ്പം AN/ഫോട്ടോ എന്ന് കൊടുക്കുക. സിഗ്നേച്ചർ ആണെങ്കിലും AN/ _signature / AN_ഫോട്ടോ AN_signature. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ നെയിമിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സും അണ്ടർസ്കോറും അതിൻ്റെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ ആ ഒരു പേരിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. സൈസും കറക്റ്റായിട്ട് ഫുൾഫില്ല് ചെയ്യണം എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊത്തം നിങ്ങൾ കൊടുത്ത റിവ്യൂ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളൊരു വിൻഡോയിലേക്കാണ് നിങ്ങൾ പോവുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫുൾ റിവ്യൂ ആപ്ലിക്കേഷൻ ഫോം മൊത്തം റിവ്യൂ ചെയ്യാനുള്ള നിങ്ങൾ ചൂസ് ചെയ്ത പേപ്പറുകൾ ഏതൊക്കെയാണ്, അതേപോലെ ചൂസ് ചെയ്ത ടെസ്റ്റ് സെൻറ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. നിങ്ങളുടെ പെർസെൻറ്റേജും എല്ലാം കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാം പക്ക ക്ലിയർ ആണെങ്കിൽ, ഫോട്ടോ അടക്കം അവിടെ ഡിസ്പ്ലേ ആകുന്നുണ്ട്, എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാം. ആർ ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത് ഇമെയിൽ ID വെരിഫിക്കേഷനും അതേപോലെ തന്നെ ഫീ പേയ്മെൻറ്റുമാണ്. നിങ്ങൾക്ക് ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്യാം. നിങ്ങളുടെ രജിസ്റ്റർഡ് ഇമെയിൽ ID കൊടുക്കാം. അതിൽ നിന്ന് കിട്ടുന്ന പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യാം. പാസ്വേഡ് അല്ലെങ്കിൽ OTP എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അത് ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി നമ്മുടെ ഫീ പേയ്മെൻ്റ് ആണ് ഇനി ബാക്കിയുള്ളത്. ഫീ പേയ്മെൻറ്റും കൂടെ നടത്തിയാൽ മാത്രമേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റിലേക്ക് കടക്കുക. പ്രൊസീഡ് ഫോർ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്ട്സ് അനുസരിച്ചുള്ള എമൗണ്ട് അവിടെ കാണിക്കും. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി UPI വഴിയും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആഫ്റ്റർ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ ഒരു അക്നോളജ്മെൻറ്റ് ഫോം കിട്ടും. അത് PDF ആയിട്ട് സേവ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ക്യുവൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. OBC NCL EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ റെസീറ്റ് നമ്പറോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പറോ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്താൽ മാത്രം
മാത്രം മതി. ബാക്കിയെല്ലാം അഡ്മിഷൻ്റെ സമയത്തായിരിക്കും നിങ്ങളവിടെ ചോദിക്കുക. പിന്നെ OBCNCയിൽ അപ്പിയർ ചെയ്യുന്ന ഒരാൾക്കാർ സെൻട്രൽ ലിസ്റ്റിലുള്ളവർ മാത്രമേ അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള OBCNCയിൽ കാറ്റഗറി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ സബ്ജക്ട് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുന്നവർ നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്ട് ദാറ്റ് ഇസ് യൂണിവേഴ്സിറ്റിയിൽ കോമ്പിനേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. 5 സബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്യാൻ സാധിക്കുക, ഇൻക്ലൂഡിങ് ലാംഗ്വേജ് ആൻഡ് ജനറൽ ടെസ്റ്റ്. സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് ഇനി കൂടുതൽ വീഡിയോസായിട്ട് CUT ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു സോ മച്ച്.